ഹലോ ഡേയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അതിനകത്തേ കുക്കിങ്ങും ഉണ്ട്, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെയാണ് കേട്ടോ. പിന്നെ അത് ഞാനൊരു ഏപ്രൺ വാങ്ങി, അത് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഏപ്രൺ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ അതേ രാവിലെ കല്ലപ്പരത്തിയാണ് കേട്ടോ. ഈ കല്ലപ്പരത്തി ഉണ്ടാക്കുമ്പോഴേ ഞാൻ എപ്പോഴും ഓർക്കണത് എൻ്റെ അമ്മച്ചിയാണേ, അതായത് എൻ്റെ അമ്മയുടെ അമ്മ കേട്ടോ. അപ്പോൾ ഞാൻ അമ്മച്ചെന്ന് വിളിക്കുന്നത്. അപ്പോൾ അമ്മച്ചി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മച്ചി ഒന്നും ജീവിച്ചിരിപ്പില്ല. അപ്പം ഞാനിപ്പോഴും അത് കഴിക്കുമ്പം എപ്പോഴും ഞാൻ അമ്മച്ചി ഉണ്ടാക്കി തരുന്ന ആ ടേസ്റ്റാണ് മനസ്സിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഏപ്രൺ കേട്ടോ. നമ്മൾ സാധാരണ ഈ പാത്രം കഴിയുമ്പോഴൊക്കെ കിച്ചൺ പണിയുമ്പോഴേക്ക് നമ്മൾ നേരെ ഡ്രസ്സിലായിട്ടൊക്കെ രണ്ട് സൈഡിലേക്ക് വെച്ച് കൈ പിടിച്ച് തേക്കാറില്ലേ. പക്ഷേ അതിന് പകരം ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു ഒരു എന്താ പറയുക സോഫ്റ്റ് ക്ലോത്ത് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് കൈ വെച്ച് തുടച്ചാൽ മതിയേ. പിന്നെ ഇത് സെൻറ്ററിൽ ഒരു പോക്കറ്റൊക്കെ ഉണ്ട്, അതിൽ നമുക്ക് ഫോണൊക്കെ ഇടാം. ഫോൺ എന്താണെന്നൊക്കെ വെച്ചാൽ നമുക്ക് ഇടാം. അപ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ വാഷ് ചെയ്ത് നിൽക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് നനയില്ല കേട്ടോ. മറ്റേന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ നനയില്ലേ. ഇപ്പം കുറച്ച് എത്തിപ്പിടിച്ചൊക്കെ പാത്രം കഴുകേണ്ടതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ എത്തിപ്പിടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സൊക്കെ നനയും. ഇതാകുമ്പോൾ അങ്ങനെ നനയില്ല കേട്ടോ. പിന്നെ ഇത് രാവിലെ ബീൻസ് തോരാൻ വെക്കാൻ വേണ്ടി നിൽക്കുന്നതാണേ. അപ്പം മിക്കപ്പോഴും ഞാൻ കുക്കിംഗ് കയറുമ്പോൾ എൻ്റെ കൂടെ അപ്പോസും വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനെന്നല്ല ചേട്ടൻ ആരെന്നാലും അവന് കൂടെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ അത് ബീൻസൊക്കെ അരിഞ്ഞ് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ എന്താ പറയുക തേങ്ങ ചിരകിയിട്ടതും സവാളയൊക്കെ അരിഞ്ഞ് ഒക്കെ നന്നായിട്ട് ഞെമുടി ഇട്ടത് കടുകൊക്കെ പൊട്ടിച്ച് ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് മൂടി വെച്ച് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിരിപ്പുണ്ട്. ചമ്മന്തിപ്പൊടിയെ കൊണ്ട് അവിടെ വേറെ ചാറ് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ബീൻസ് തോരൻ വേവുന്ന സമയത്ത് ഞാനിപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ബീൻസ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ തലേ ദിവസം ചിക്കൻ ഗ്രില്ല് ചെയ്തപ്പോൾ അന്ന് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയില്ല. അന്ന് പിന്നെ സവാള അരിഞ്ഞ് അതിലേക്ക് ഉപ്പും നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് പിന്നെ ഇത് മുളക് പൊടിയൊക്കെ ഇട്ടൊരു ഇതുണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അഭിമുഖം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നാരങ്ങ നീരിന് പകരം ഞാൻ എന്താ പറയുക വിനാഗിരി ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇത് കുറച്ച് നേരം പുറത്ത് സിറ്റൗട്ടിലൊക്കെ പോയിരുന്നു. ചേട്ടൻ ഊട്ടിഞ്ഞ് വരാറിയപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്നാണ് കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് ചെറിയൊരു ജലദോഷവും പനിക്കുന്നൊരു ലക്ഷണമൊക്കെ. അപ്പോൾ ചേട്ടൻ ചുക്കാപ്പി വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് ചുക്കാപ്പി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ രാത്രിത്തേക്ക് പിന്നെ ഞങ്ങൾ മുട്ടയൊക്കെ പൊരിച്ച് ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ചോറ് കടപ്പത്തിട്ടു. പിന്നെ ഇടിയപ്പവും മുട്ടക്കറി ആയിരുന്നു കേട്ടോ രാവിലെ കഴിക്കാനായിട്ട്. അതിനിടയ്ക്ക് എൻ്റെ അഭിമോള് അപ്പയ്ക്കും അമ്മയ്ക്കും അനിയനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പേപ്പറിൽ ഓരോന്നൊക്കെ എഴുതിയിട്ട് അതൊക്കെ ഒട്ടിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാനാട്ടോ. അപ്പോൾ ഇത് എന്നെപ്പറ്റി എഴുതിയൊക്കെ ഞാൻ കേട്ടോ. യു ആർ ദ ബെസ്റ്റ് മോം. പിന്നെ ഇത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് മൈ മോം ഇൻ ദ വേൾഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറന്നൊക്കെ മാറി കഴിയുമ്പോൾ അടുത്ത ആൾക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് പനിയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്കൂളും കൂടെ അവധി ആയതുകൊണ്ട് അത് കാര്യമായിട്ട് വിചാരിക്കുന്നു. പപ്പൂസിന് ജലദോഷവും ചുമയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അഭിമുഖവും ചെറിയ ജലദോഷവും ചുമയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്കാണെങ്കിലും അങ്ങോട്ട് ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പോഴും. അപ്പോൾ ഇപ്പോൾ ചേട്ടായിക്കും ജലദോഷമൊക്കെ പിടിച്ചു. ചേച്ചി അനിയന് വേണ്ടി എഴുതിയൊക്കെയാണ് മൈ ലിറ്റിൽ ആംഗ്രി അപ്പൂസ് മൈ കൂഡ് ബേബി അപ്പൂസ് വന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അപ്പൂസിൻ്റെ വീഡിയോ എടുക്കുന്നതിന് അപ്പൂസ് തട്ടിമാറ്റി കളഞ്ഞാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ജനലിലൊക്കെ നമ്മൾ മൊസ്കിറ്റോ നെറ്റ് ഒട്ടിച്ചിരുന്നില്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒക്കെ മൊത്തവും കുറേ പൊടികളൊക്കെ ആയിപ്പോണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജനൽ അങ്ങനെ തുറക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ ഒക്കെ എടുത്തിട്ട് കഴിയേക്കാമെന്ന് വിചാരിച്ചേട്ടോ. തന്നെയല്ല നമുക്കിങ്ങനെ നെറ്റിലൊക്കെ ഇങ്ങനെ പൊടി കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം ചുമയും കാര്യങ്ങളും അസുഖമൊക്കെ പിടിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ടുപോയിട്ട് കഴുകാൻ എടുത്തുകൊണ്ട് പോയിട്ടോ. എന്നിട്ട് എല്ലാ ജനലും ഒന്ന് തുടച്ചേട്ടോ. ഒക്കെ നിറച്ച് പൊടി അടിച്ചിരിക്കുവാണേ. അപ്പോൾ അങ്ങനെയൊക്കെ പൊടിയിലൊക്കെ തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ജനലൊക്കെ എല്ലാം തുറന്നിട്ട് കേട്ടോ. അല്ല പിന്നെ വീണ്ടും പൊടികളൊക്കെ തങ്ങി അകത്ത് നിന്ന് ഇങ്ങനെ ചുമയും ജലദോഷമൊക്കെ പിടിക്കുമല്ലോ. അങ്ങനത്തെ മുറിയൊക്കെ എല്ലാം ഒന്ന് അടിച്ച് വാരി പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തു. പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്, അച്ചാറൊക്കെ ഉണ്ട്. അപ്പം പിന്നെ വേഗത്തിനൊരു ഉള്ളിക്കറി ഉണ്ടാക്കി. അപ്പം ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ കറി കേട്ടോ. പിന്നെ അപ്പം വന്നപ്പോഴേക്കും അപ്പയ്ക്കും കൊടുത്ത മോള് കേട്ടോ, അപ്പയ്ക്കുള്ള ഗിഫ്റ്റ്. അപ്പോൾ അപ്പയ്ക്കകത്ത് എഴുതിയേക്കണത് അപ്പ കോമഡി ആൻഡ് ആംഗ്രി എന്നാണ് കേട്ടോ.
അപ്പോൾ അങ്ങനൊന്നും അവരെ വഴക്ക് പറയാറില്ല കേട്ടോ. അവർക്കൊപ്പം കളിക്കുകയും കൂടുകയും ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കാറ് കേട്ടോ. എന്നാലും കുറുമ്പ് കാണിക്കുമ്പോൾ വഴക്ക് പറയുമല്ലോ, അത് വെച്ചിട്ടാണ് അവൾ ആങ്കർ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. പിന്നെ ഇതേ നമ്മുടെ മോസ്കിറ്റോ നെറ്റൊക്കെ കഴുകി വെളുപ്പിച്ച് അത് വീണ്ടും അതായത് വിൻഡോയിലെ കൊണ്ട് തിരിച്ച് അതുപോലെ ഒട്ടിച്ച് വെച്ച് കേട്ടോ. പിന്നെ ഇതേ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ.